ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അതില് കൃത്യമായിട്ടുള്ള ഒരു ഉരസൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ഉരസൽ കണ്ടുവോ എന്ന് നോക്കുന്ന ആ ഒരു മനുഷ്യനെയും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് മാത്രമല്ല, വേറെയും ഒരുപാട് പേർക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയലേശമന്യേ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടുള്ള അപമാനം സഹിക്കാൻ പറ്റാതെ അയാള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അതൊരു സംശയലേശമന്യേ അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ഈ ബഹളങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ളൂ. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് കാരണം കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തില് തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി മാത്രമല്ല, ആ പെൺകുട്ടിയെ അനുകൂലിക്കുന്ന ആരായാലും അവരെയൊക്കെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന പ്രവണതയാണ്. അതിനൊന്നും ഇല്ലേ? ഇങ്ങനെ ഒരു സംഭവം, ഒരു ദുരനുഭവം ബസ്സിനകത്തുണ്ടായാൽ എന്തായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ്? ഒരാളുടെ ഫസ്റ്റ് റെസ്പോൺസ് ആദ്യം അതിനെ നമ്മൾ ഒന്ന് വാൺ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഒരു സേഫ് സോണിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അത് ഇഷ്യൂ ആക്കുകയോ അല്ലെങ്കിൽ കണ്ടക്ടറെ അറിയിക്കുകയോ ഇടപെടൽ നടത്തുകയോ അയാളെ ആദ്യം അവിടെ തിരുത്താനുള്ള ഒരു ശ്രമം നടക്കും. അതല്ല എങ്കിൽ നമ്മൾ അത് പരാതിപ്പെടും. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ നിലയിൽ ഇതിൽ ഇടപെടലുകൾ നടത്തേണ്ടത്. അങ്ങനെയാണ് നടത്തേണ്ടതും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനപ്പുറം അവിടെ വെച്ച് അതിനൊരു തെളിവുണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുവന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് അല്ലല്ലോ അതിനെതിരെ അവയർനെസ് ഉണ്ടാക്കേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ പെൺകുട്ടി കാണിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ? നമ്മുടെ കേസുകളൊക്കെ പോകുന്ന കാര്യം, ഇത് പരാതി കൊടുത്താൽ തന്നെയും ആദ്യം തെളിവായിരിക്കുമല്ലോ ചോദിക്കുക. അതുകൊണ്ടായിരിക്കും തെളിവ് ഉണ്ടാക്കിയത്. ആദ്യ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, എന്നെ അല്ല മറ്റൊരു സ്ത്രീയെ ഉപദ്രവിക്കുകയായിരുന്നു അയാൾ. അത് കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്കെതിരെയും ഈ രീതിയിലുള്ള സമീപനം ഉണ്ടായി. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ പെടുത്തു. നോക്കൂ, മറ്റൊരു സ്ത്രീക്ക് കൂടി ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ചാൽ ആ സ്ത്രീ അതിന് എതിരെ വരും. അപ്പോൾ തന്നെ അതിലൊരു ഇടപെടൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇവരൊറ്റയ്ക്കല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ് ആയി അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് അവര് വീഡിയോ എടുക്കാൻ പോയത് എന്നവര് പറയുന്നതിൽ തന്നെയാണ് കാര്യം. നമ്മൾ അങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മറ്റൊരു സ്ത്രീ പ്രതികരിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉണ്ടോ? നമ്മുടെ നാട്ടിലില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പ്രതികരിക്കുകയാണെങ്കിൽ പോലും എല്ലാ സ്ത്രീകളും അപ്പൊ തന്നെ അത് സാരില്ല, പോട്ടെ, അത് മൈൻഡാക്കണ്ട, ഒച്ച ഉണ്ടാക്കണ്ട. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അതുകൊണ്ട് മാത്രമല്ല, അത് ആ കുട്ടി റീച്ച് ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതിന് ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാല് തീരെ റീച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത ആകപ്പാടെ 10-26 റീലുകളോ മറ്റോ ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു അക്കൗണ്ടിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് സാധാരണ പോലെയുള്ള ഒരു വാദമാണ്. അതായത് പെൺകുട്ടികൾ പ്രതികരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി അറ്റൻഷൻ കിട്ടാനാണ്, അവരെ ആളുകൾ തിരിച്ചറിയാനാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ ന്യായങ്ങൾ നമ്മുടെ സമൂഹം എപ്പോഴും ഉന്നയിക്കാറുണ്ട്. ആ ന്യായം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരാള് പോലും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ
അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള കണ്ണോടുകൂടി അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പരമനാറി പട്ടി കഴിവരടാ മോളെ. നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ വാക്കിന് വിഷമമുണ്ട്. ശുദ്ധമായി പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ വാക്കുകൾ കുറഞ്ഞുപോയി. ഒരു മരിച്ചവനെ കുറിച്ച് പറയുമ്പോഴെങ്കിലും കുറച്ച് മര്യാദ കാണിച്ചൂടെ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. യഥാർത്ഥത്തിൽ ശുദ്ധമായ ഞാൻ പറയുന്നില്ല. അപ്പം ഇനി പോട്ടെ, ഞാൻ പോസിറ്റീവ് പറയാം. ഒന്ന്, അത്യാവശ്യമായി അടിയന്തരമായി ദീപകിന് സഹായം എത്തിക്കണം. ദീപകിന് ഇപ്പോ മലബാർ ഗോൾഡിലെ ഫൈസലിനോട് പറഞ്ഞ് 1 ലക്ഷം രൂപ ഞങ്ങൾ സഹായമായിട്ട് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സഹായം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എത്തിക്കും. ഈ പെൺകുട്ടിയെ തീർച്ചയായും അറസ്റ്റ് ചെയ്യണം. ആ അറസ്റ്റിലേക്ക് പോയാൽ മാത്രമേ അതിന് നീതി ഉണ്ടാവും. ആ പെൺകുട്ടിയോട് പ്രതികാരം ചോദിക്കുകയല്ല, പക്ഷെ നീതി വേണം എന്നുള്ളതാണ് പോയിന്റ്. ആ നീതി അതിശക്തമായി തന്നെ ആ പെൺകുട്ടിക്ക് വേണം. അതിൽ 2 പക്ഷങ്ങളില്ല. ആ പയ്യനെ ഇപ്പോഴും വിക്ടിം ബ്ലെയിം ചെയ്യാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത്. അത് എത്രമാത്രം മോശമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ വിക്ടിം ബ്ലെയിമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആ പയ്യന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊന്നും ആരും പറയണ്ട. ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അത് വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ, അതിൽ 2 തരത്തിലും അത് വ്യാഖ്യാനിക്കാം. നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല. 2 തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന വീഡിയോ ആണ്. അതിന്റെ വസ്തുത നമുക്കറിയില്ല. പക്ഷേ ഒരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ, ഞാനൊരു പെണ്ണ് മരിക്കുമ്പോ ഇങ്ങനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ നിങ്ങൾ എനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയില്ലേ? കാര്യം ചോദിക്കട്ടെ രാഹുൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സവാദിനെ അറിയുമോ രാഹുലിന്? സവാദിനെ ഉമ്മൻചാണ്ടി അറിയുമോ മാഡത്തിന്? സവാദിനെ അറിയുമോ രാഹുലിന്? രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? അല്ലല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ രാഹുലിന് സവാദിനെ അറിയുമോ? ദിലീപിനെ അറിയാമോ? നിവിൻ പോളി അറിയാമോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. രാഹുലിന് സവാദിനെ അറിയാമോ? രാഹുലിന് സവാദിനെ അറിയാമോ? 2023 ഉണ്ടായ സംഭവം ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടി, ദിലീപ്, നിവിൻ പോളി, അതൊക്കെ ഇതൊന്നും മനുഷ്യർക്ക് അറിയാത്ത ആളുകളല്ല. രാഹുൽ ഈശ്വറിന് സവാദിനെ അറിയാമോ? തൊലിക്കല്ലേന്ന് ആ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ച് ഞാൻ ഖേദപ്രകടനം വരെ നടത്തി. ആദ്യവട്ടം മസ്താനിക്ക് വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കാൻ പറ്റും. നല്ല കാര്യം രാഹുൽ. പറയുന്നത് കേൾക്കൂ മാഡം, പറയുന്നത് കേൾക്കൂ. ഒരുപാടായി മാഡം ചോദ്യം, പറയുന്നത് കേൾക്കൂ. 53% ഇന്ത്യയിലെ പീഡന പരാതികൾ വ്യാജ പീഡന പരാതിയാണ്. കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ സോഴ്സ് പറഞ്ഞാണ് പറയുന്നത്, കയ്യിൽ നിന്ന് പറയല്ല. 53%, കൃത്യം പറഞ്ഞാൽ 53%. ഇന്ത്യയിലെ പരാതികൾ വ്യാജ പീഡന പരാതികളാണെന്ന് BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ സോഴ്സ് പറഞ്ഞാണ്. നമ്മൾ പരസ്പരം ആണും പെണ്ണും പോരടിക്കാനല്ല, നീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അത് ഏത് പെൺകുട്ടിക്കും നീതി കിട്ടാൻ വേണ്ടിയാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഗ്രീഷ്മ തെറ്റ് ചെയ്തു, ശിക്ഷിക്കപ്പെട്ടില്ലേ? ആരെങ്കിലും ഗ്രീഷ്മയ്ക്ക് പിന്തുണ നൽകിയോ? മീര പിന്തുണ കൊടുത്തു, അതൊരു സത്യമാണ്. KR മീര പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, കൊല്ലുന്നതിനെ ന്യായീകരിച്ചു. രാഹുൽ ഈശ്വർ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പുരുഷാവകാശ പ്രവർത്തനം അങ്ങനെ ചെയ്തിട്ടില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ